തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തിയുമായി ബി.ജെ.പി. മുൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്. തളിപ്പറമ്പിൽ മത്സരിക്കാൻ സാധ്യത കുറവാണെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം അന്തിമ തീരുമാനം അറിയിക്കാൻ പാർട്ടി ഹരിദാസിന് നിർദ്ദേശം നൽകി. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ബി.ജെ.പി. മുൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തി അറിയിച്ചു എന്നാണ് അറിയുന്നത്. എന്താണ് എൻ ഹരിദാസ് ഇത്തരത്തിൽ അതൃപ്തി ഉണ്ടാകാൻ കാരണമെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണന്തു, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക അല്പം മുമ്പാണ് പുറത്തു വന്നത്. അതിൽ തളിപ്പറമ്പിലാണ് മുൻ ജില്ലാ പ്രസിഡന്റായ എൻ ഹരിദാസിനെ പാർട്ടി പരിഗണിച്ചിട്ടുള്ളത്. തലശ്ശേരിയിൽ ഒ നിതീഷിനെയും ധർമ്മടത്ത് കെ രഞ്ജിത്തിനെയും കല്യാശ്ശേരിയിൽ എ.വി. സനിൽകുമാറിനെയുമാണ് പ്രഖ്യാപിച്ചത്. കൂത്തുപറമ്പിൽ അഡ്വക്കേറ്റ് ഷിജിലാൽ എന്നിവരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മട്ടന്നൂരിൽ ബിജു എളക്കുഴിയാണ് സ്ഥാനാർത്ഥി. ഇങ്ങനെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലാണ് എൻ ഹരിദാസിന്റെ പേര് തളിപ്പറമ്പിൽ ഉള്ളത്. തളിപ്പറമ്പിൽ താൻ മത്സരിക്കാനില്ല എന്ന കാര്യം പാർട്ടി നേതൃത്വത്തെ എൻ ഹരിദാസ് അറിയിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഒരു തരത്തിലും തളിപ്പറമ്പിൽ താൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന സീറ്റല്ല എന്നാണ് ഹരിദാസൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് തലശ്ശേരിയിലോ ധർമ്മടത്തോ തന്നെ പരിഗണിക്കണം എന്നായിരുന്നു ഹരിദാസിന്റെ ആവശ്യം. ആ ആവശ്യം പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനം. അതായത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു എങ്കിൽ കൂടി അവിടെ മത്സരിക്കാൻ താൻ ഉണ്ടാകില്ല എന്ന കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നേതൃത്വം ഇപ്പോഴും സമ്മർദ്ദം ചെലുത്തുകയാണ്. പ്രഖ്യാപിച്ച കഴിഞ്ഞ സ്ഥിതിക്ക് ആ പാർട്ടിയുടെ തീരുമാനം ഏറ്റെടുക്കണം എന്ന കാര്യം ഹരിദാസിനോട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും എൻ ഹരിദാസ് തളിപ്പറമ്പിൽ മത്സരിക്കുമോ എന്നുള്ളതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സ്ഥാനാർത്ഥിയെ അവിടെ മാറ്റണം എന്നുള്ള കാര്യമാണ് ഹരിദാസ് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. തനിക്ക് അവിടെ തന്റെ പ്രവർത്തന മേഖലയല്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് സ്ഥാനാർത്ഥിയാകുന്നതിൽ പ്രയാസമുണ്ട് എന്ന കാര്യമാണ് പാർട്ടി നേതൃത്വത്തെ ഇപ്പോൾ അറിയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നേരത്തെയൊക്കെ നടന്നിരുന്നതാണ്. ഇത്രയും വൈകിയത് പ്രവർത്തകരിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ട് താനും. അതിനിടയിലാണ് ഹരിദാസ് ഇത്തരത്തിലുള്ള ഒരു അതൃപ്തി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ തലശ്ശേരിയിലാണ് എൻ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ പത്രിക സമർപ്പിക്കുന്നതിൽ ഉണ്ടായ വീഴ്ചയെ തുടർന്ന് ആ പത്രിക തള്ളുന്ന ഒരു സാഹചര്യം, അങ്ങനെ തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് വലിയ അതൃപ്തിക്ക് അല്ലെങ്കിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. 20,000-ലധികം വോട്ട് ബി.ജെ.പിക്ക് ലഭിക്കുന്ന ഒരു മണ്ഡലമാണ് തലശ്ശേരി. അവിടെയാണ് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അത്തരമൊരു അവസ്ഥ ഉണ്ടായത് നേതൃത്വത്തിനും കടുത്ത ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എ.ബി.വിപിയുടെ നേതാവാണ് ഒ നിതീഷിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ധർമ്മടത്തും പരിഗണിച്ചില്ല. ധർമ്മടത്ത് ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്താണ് സ്ഥാനാർത്ഥി. അങ്ങനെ തന്റെ പ്രവർത്തന മേഖലയിൽ നിന്നും മാറി മറ്റൊരിടത്തേക്ക് മത്സരിക്കാൻ പോകുന്നതിൽ ഉള്ള ഒരു പ്രയാസമാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ബി.ജെ.പി നേതൃത്വം എൻ ഹരിദാസുമായി ബന്ധപ്പെട്ട് വരികയാണ്. ആ തീരുമാനം പിൻവലിപ്പിക്കാൻ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ ബി.ജെ.പിയുടെ ഒരു സി ക്ലാസ് മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം മാത്രമാണ് തളിപ്പറമ്പ്. എ.പി. ഗംഗാധരനാണ് അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചത്. 13,058 വോട്ടാണ് കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ ബി.ജെ.പിക്ക് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അപ്രധാനമായ ഒരു മണ്ഡലത്തിലേക്ക് ഹരിദാസിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഒതുക്കി എന്നുള്ള ഒരു വികാരം കൂടി അതിൽ പ്രകടമാകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നേതൃത്വം എൻ ഹരിദാസിന്റെ അന്തിമമായ തീരുമാനത്തിന് കാത്തു നിൽക്കുകയാണ്. ഉടൻ തന്നെ ഇന്ന് വൈകിട്ട് തന്നെ തീരുമാനം അറിയിക്കണം എന്നാണ് ബി.ജെ.പി നേതൃത്വം ഹരിദാസിനെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ബി.ജെ.പി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് ഹരിദാസ് വഴങ്ങുമോ, അല്ല ഹരിദാസ് തീരുമാനിച്ചതുപോലെ അവിടെ മത്സരിക്കാനില്ല, മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ കണ്ടെത്തുമോ എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ ബി.ജെ.പി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. കൃഷ്ണേന്ദു.